ഈശോ മിശിഹായിൽ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ്. എനിക്ക് സാമ്പത്തികമായി ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നെ സഹായിച്ചൊരു പ്രാർത്ഥനയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കെങ്കിലും ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ഒരു കന്യാസ്ത്രീയാണ് ഈ പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് വഴി എൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ കാരണമായിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ അറിവില്ലായ്മ കാരണം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റിത്തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒരു നല്ല ജോലി ഇല്ലാത്തതിനാലോ അല്ലെങ്കിൽ കുറേയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമോ ഒക്കെ വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അപ്പോൾ വിശ്വാസത്തോടു കൂടി എൻ്റെ കൂടെ ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രിയും ദുർബലനും അല്പായുസും നീതി നിയമങ്ങളിൽ അല്പജ്ഞനുമാണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല. എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന് മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസനഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടത്തുണ്ടാവുകയും ചെയ്ത അങ്ങേക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടത്ത് വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും. പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും. കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും? കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും? മർത്യരുടെ ആലോചന നിസ്സാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊക്കിയ ദുഷ്കരം. അടുത്തുള്ളതുപോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവർ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. 90 ദിവസം അടുപ്പിച്ച് ഒരു നിയോഗം വെച്ച് ഈ പ്രാർത്ഥന ചൊല്ലി നോക്കൂ. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള വഴി തെളിയിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് തരാൻ കഴിയും. ഈ പ്രാർത്ഥന മുഴുവൻ കേട്ടവർ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതൂ: അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കെങ്കിലും ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കും. ഇതുപോലെയുള്ള അത്ഭുത പ്രാർത്ഥനകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഈശോ മിശിഹായുടെ സ്നേഹവും കരുണയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ഉണ്ടാകട്ടെ. ആമേൻ.